ഇനി നമ്മളൊരു സിനിമാ വിശേഷത്തിലേക്കാണ് പോകുന്നത്. കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന ചിത്രം വിജയകരമായി പ്രദർശനം തുടരുമ്പോൾ വ്യത്യസ്ത പ്രമേയം ജനമേറ്റെടുത്തതിൻ്റെ സന്തോഷത്തിലാണ് അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും. ദിലീഷ് പോത്തനെ നായകനാക്കി തോമസ് സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ പ്രമേയവും ചർച്ചയാവുകയാണ്. സിനിമയുടെ വിശേഷങ്ങളുമായി ജനം ടിവിക്കൊപ്പം ചേരുകയാണ് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശ്രുതി ജയനും അമ്പിളി ഔസേപ്പും ബാലതാരം നിഹാരയും. കാണാം. നമസ്കാരം. ഇന്ന് നമ്മൾ തിയേറ്ററുകളിൽ ഇപ്പോഴും നിറഞ്ഞോടുന്ന വളരെ പ്രേക്ഷക പ്രീതി നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യത്യസ്തമായ സിനിമ എന്ന ചിത്രത്തിൻ്റെ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി മാറിയ ആളുകൾ അവരാണ് നമ്മളോടൊപ്പം ഉള്ളത്. ശ്രുതി ജയൻ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഒപ്പം തന്നെ അമ്പിളി ഔസേപ്പ് മുമ്പ് നിരവധി സിനിമകളിൽ അഭിനയിച്ചതാണ്. ഒരു കുഞ്ഞു മോള് ഈ ചിത്രത്തെ ആദ്യാവസാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിഹാര കുഞ്ഞി എന്നാണ് കുഞ്ഞിൻ്റെ ആ സിനിമയിലുള്ള പേര്. കുഞ്ഞിൻ്റെ അമ്മ അഞ്ജു. ഇവരെല്ലാമാണ് നമ്മളോടൊപ്പം സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒപ്പമുള്ളത്. എല്ലാവർക്കും ജനം ടിവി സ്വാഗതം. ഈ മുഖ്യ കഥാപാത്രത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിൽ ഒരാളെ അവതരിപ്പിച്ച ആളാണ് ശ്രുതി ജയൻ. ശ്രുതി ജയൻ എന്ന് പറയുമ്പോൾ ഈ ഒരു സിനിമയിലൂടെ മാത്രമല്ല, മുമ്പ് അങ്കമാലി ഡയറീസിലൂടെ ആണെങ്കിലും എന്നും മനസ്സിൽ തങ്ങുന്നതാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയിലെ ഒരു കഥാപാത്രവും അതിലെ ഒരു അനുഭവങ്ങളും എങ്ങനെയായിരുന്നു? ഈ സിനിമയിൽ തന്നെ കഥാപാത്രത്തിന്റെ പേര് ജിൻസി എന്നാണ്. ജിൻസി സിനിമയുടെ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. ഈ മോളുടെ ചെറിയ പ്രായമുണ്ട്, ഒരു 8 മാസം 1 വയസ്സുള്ള പ്രായത്തിലാണ് ജിൻസിയും ആ കുഞ്ഞുള്ള കോമ്പിനേഷനാണ്. നല്ല അനുഭവമായിരുന്നു. ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ആസ് ആൻ ആക്ട്രസ് നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആൻഡ് അങ്ങനെ എഴുതപ്പെടുന്ന സിനിമകളും ഇപ്പൊ കുറവാണ്. അത്രയും സ്ത്രീ പ്രാധാന്യമായിട്ട് കഥാപാത്രങ്ങൾക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. അങ്ങനത്തെ ഒരു വളരെ നമുക്ക് പെർഫോം ചെയ്യാനും നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനും ഉള്ള ഓരോ കഥാപാത്രങ്ങൾ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു കഥാപാത്രത്തിൽ അടുത്ത കഥാപാത്രത്തിലേക്ക് ആളുകൾ അല്ലെ മുമ്പ്. അതെ അതെ അതെ. ഇന്ന് ജൂണിലായിരുന്നു കുറച്ചുകൂടെ ആൾക്കാർക്ക് ജൂൺ സിനിമ. ഇപ്പൊ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഐ തിങ്ക് ജിൻസി ആയിരിക്കും കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തിപ്പെടാൻ പോകുന്നത്. നിഹാര മോളെ, നമുക്ക് പ്രേക്ഷകരുമായിട്ട് സിനിമയുടെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാനല്ലേ ഇവിടെ ഇരിക്കുന്നതല്ലേ? മോൾ എന്താണ് അഭിനയിച്ചത്, മോൾ എങ്ങനെയാണ് അതിലൂടെ പോയത് എന്നൊക്കെ അറിയാനാണ് ആളുകൾക്ക്. അവർ പലരും മോളുടെ ആരാധകരായി മാറി കഴിഞ്ഞിട്ടുമുണ്ട്. ആരൊക്കെ ഉണ്ടായിരുന്നു മോളെ കൂടെ അഭിനയിക്കാൻ? മോള് മാവയായിട്ട് അതിൽ എങ്ങനെയാ അതിന്റെ അകത്ത് മോളെ? ആണോ, പടം വരയ്ക്കുന്നതാണോ? പിന്നെ പൂ പറിച്ചു. പിന്നെന്താ? സ്കൂളിൽ പോയി. സ്കൂളിൽ പോകുന്നെല്ലാം ഉണ്ട് അല്ലേ? വെള്ളത്തിൽ കളിച്ചു. പടം വരയ്ക്കുവോ? ശരിക്കും പടം വരയ്ക്കുവോ? നന്നായിട്ട് പാട്ടും പാടുവോ? നന്നായിട്ട് ആണോ? ഒരു 2 വരി ഏതെങ്കിലും ഒരു പാട്ട് പാടുവോ? ആരോരും കേറിടാത്തൊരു ചില്ലയിൽ ശ്വാസങ്ങൾ കൊണ്ടുമേഞ്ഞൊരു കൂടിതാ ഇരുളിൽ വന്ന പുലരി നീ കൺമണി മൊഴികളാണോ നിന്നിൽ പൂക്കും പുഞ്ചിരി അറിയ വെൺമലരായി നീ വിടന്നിടലേ ഇലയിലോർന്നിതിലും വാടാതെ ആരോരും കാണാതെ ഒരു കൺമണി. നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടാ. അമ്പിളിയിലേക്ക് വരാം. ഒരുപാട് സിനിമകളിലെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കപ്പെടുന്നൊരു കഥാപാത്രം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് അതിലെ കഥാപാത്രം അത് അവതരിപ്പിച്ചപ്പോൾ ഉള്ളൊരു? പ്രൊഡക്ഷനിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പം എന്തായാലും കഥാപാത്രം എന്താണെന്നുള്ളത് ഒരു തൊഴിലുറപ്പ് പണിക്കാരിയാണെന്ന് അറിയാം. പിന്നെ ഇവിടെ വന്നപ്പോൾ അതുപോലെ കുറച്ച് പേരെയും കൂടെ കണ്ടു, ഒരു 3-4 പേരും കൂടെ ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല, ഇതിലെ മെയിൻ കഥാപാത്രത്തിനോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവുള്ളൂ, ഒന്നും ഉണ്ടാവില്ല, ഒന്നുമില്ല. അപ്പൊ ഞാനാണെങ്കിൽ കുറച്ച് നല്ലതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ലത് ചെയ്യണം എന്നാണല്ലോ നമുക്ക് പിന്നെ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഞാൻ
വേണ്ട വേറെ ആരെങ്കിലും ചെയ്തോട്ടെ വിട്ടിട്ട് പോവാന്ന് തന്നെ വിചാരിച്ചിരുന്നു. അപ്പോഴാണ് അതിന്റെ റൈറ്ററായിട്ട് സംസാരിച്ച് ഇതില് പോലീസ് സ്റ്റേഷൻ വരുന്നുണ്ട്, ക്ലൈമാക്സിലൊക്കെ നല്ല പെർഫോം ചെയ്യാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഒരു ആർട്ടിസ്റ്റ് എന്താണോ വിചാരിക്കുന്നത്, നമുക്കൊരു 3-4 ഫ്രെയിം മതി, അതിലുള്ള പെർഫോമൻസ് അത് മതി. അതെന്നെ സംബന്ധിച്ച് മനസ്സ് നിറഞ്ഞു തന്നെയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ പടത്തിന്റെ പേര് പോലെ തന്നെ മാതൃത്വത്തോടുള്ള അല്ലേ, മാതൃവാത്സല്യത്തിന്റെ എല്ലാം തന്നെയല്ലേ ഒരു സിനിമ. 4 സ്ത്രീകളുടെ കഥ എങ്ങനെയാ, ഓരോ സ്ത്രീക്ക് എങ്ങനെയാണ് മാതൃത്വം എന്ന് ഡിഫൈൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് ആക്ച്വലി അമ്മ എന്നുള്ളത്. സംസാരിക്കപ്പെടേണ്ട പല വിഷയങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ ഇടയിൽ മിസ്സായി പോകുന്ന മനുഷ്യത്വം, കരുണ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക്കലി അങ്ങനത്തെ കാലത്തില്ല. അങ്ങനത്തെ ഒരു മെസ്സേജും നമുക്ക് പല തരത്തിലാണ് ഈ സിനിമ ആളുകളിലേക്ക് എത്തുന്നത്. ഇപ്പൊ നമുക്ക് ഇന്നത്തെ കാലത്ത് സിനിമ കണ്ടിറങ്ങുന്നു, സിനിമ അവിടെ അവസാനിക്കുന്നു, നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നില്ല. നമ്മളിപ്പോ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ആ കഥാപാത്രങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവും. എന്തുകൊണ്ടായിരിക്കും അവരെങ്ങനെ ചെയ്തിട്ട് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്ന അത്തരത്തിലുള്ള സിനിമകൾ ഇപ്പൊ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സിനിമയാണ് അതെ അതെ നമ്മുടെ കൂടെ ഹോണ്ട് ചെയ്യുന്ന തരത്തിലുള്ള. എസ്പെഷ്യലി ജിൻസിയുടെ ക്യാരക്ടർ ഇപ്പം ഞാനിതിൽ കണ്ടതിൽ എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് നെഞ്ച് വേദനിക്കുക എന്നൊക്കെ പറയത്തില്ലേ, നമുക്ക് സങ്കടം വന്നിട്ട് നമ്മൾ ലാസ്റ്റ് അങ്ങനെ കണ്ടൊരു പടം കരഞ്ഞതാന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഈ സിനിമ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ആളുകൾ ചിലർ ഇറങ്ങി വരുമ്പോൾ പോലും അവരുടെ എല്ലാവരും അതെ അതെ എസ്പെഷ്യലി സ്ത്രീകൾക്ക് എല്ലാം സ്ത്രീകളിലും ഒരു മദർഹുഡ് ഉള്ള ആൾക്കാരാണ്. എല്ലാവർക്കും കണക്ട്, എസ്പെഷ്യലി സ്ത്രീകൾക്ക്. പുരുഷന്മാർക്കും അതെ, എല്ലാവർക്കും അമ്മ എന്നുള്ള ഒരു കോമൺ ആയിട്ടുള്ള വികാരമാണ്. അപ്പോൾ പല തരത്തിലുള്ള അമ്മമാരുടെ ആഗ്രഹങ്ങളും അവരുടെ എന്താ പറയാ ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻസും ഒക്കെ എല്ലാവർക്കും കണക്ട് ആവുന്നത് തന്നെയാണ്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പായിരുന്നു അല്ലെ ആ അമ്മക്ക് പ്രാധാന്യമുള്ള സിനിമകള്. നമ്മൾ എനിക്ക് തോന്നുന്നു കബീർ അല്ലേ, ആ ഒരു അമ്മ മകൻ ബന്ധങ്ങള് ലാലേട്ടും എല്ലാം ഉണ്ടായിരുന്ന ഒരു അതുപോലുള്ള ഒരു സിനിമ. ദിലീഷേട്ടന്റെ ക്യാരക്ടർ ആണല്ലോ ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് ദിലീഷേട്ടനെ കാസ്റ്റ് ചെയ്തു, അല്ലെ ജാഫ്രിക്ക എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ട് ഈ ഒരു ക്യാരക്ടറിലേക്ക് വന്നു എന്നുള്ളതൊക്കെ നമുക്ക് ആ സിനിമകൾ കാണുമ്പോൾ നമ്മുടെ ഇടയ്ക്കൊക്കെ ഉണ്ട് ഈ ആൾക്കാരൊക്കെ. അപ്പൊ അവരിലേക്ക് നമുക്ക് കുറച്ചുകൂടെ കണക്ട് ആവും ഈ ഒരു സിനിമ കാണുമ്പോൾ. മോളുടെ കൂടാതെ തന്നെ കുഞ്ഞു പ്രായം ചെയ്തൊരു കുഞ്ഞു നിഹാരയുണ്ട്. ആ കുഞ്ഞാണെങ്കിലും വളരെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ ഒരു സാധനം ചെയ്യാൻ വേണ്ടി. രണ്ടുപേരുടെയും പേര് നിഹാര എന്നാണ്. അപ്പൊ ആ മോളാണ് ജിൻസി. എന്റെ കൂടെ ഉള്ള മോള്, ആ മോളുടെ വലിപ്പത്തിലുള്ള കുട്ടിയാണ് ഈ മോള്. അപ്പൊ കുട്ടീനൊക്കെ കാരണം 8 മാസമേ ഉള്ളൂ ആ സമയം. 8 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 1 വയസ്സാവുന്നേ ഉള്ളൂ. അതെ 8 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആയിട്ടില്ല. ആ കുട്ടീനൊക്കെ വെച്ച് ശരിക്കും നമ്മള് അങ്ങനല്ല, അവൾക്ക് വേണ്ടി നമ്മള് വെയിറ്റ് ചെയ്യുമായിരുന്നു. അവളുടെ മൂഡിനനുസരിച്ചിട്ടായിരുന്നു നമ്മള് ഷൂട്ട് ചെയ്തത്. അവൾക്ക് വിഷമം നമ്മൾ ഷൂട്ട് നിർത്തും, അവൾ ഉറങ്ങിയ നമ്മൾ ഷൂട്ട്. പിന്നെ അത് തോമസ് സാറിനും നമുക്ക് അത്ര സപ്പോർട്ടിങ്. ആ സെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മള് അതിന്റെ ഈ അണിയറ പ്രവർത്തകര കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. എങ്ങനെയായിരുന്നു അതിന്റെ സംവിധാനം, തിരക്കഥയൊക്കെ? തോമസ് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ജമുന പിയാരിക്ക് ഗൂഢാലോചന ചെയ്തിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹം ബ്ലെസ്സി സാറിന്റെയും സിബി മലയിൽ സാറിന്റെ ഒക്കെ അസോസിയേറ്റ് അദ്ദേഹമായിരുന്നു. അപ്പൊ നമുക്കും അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ കവിപ്രസാദ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് തിരക്കഥ ചെയ്തിട്ടുള്ളത്. അതെ തീർച്ചയായിട്ടും. അതെ ഇത്രയും നമ്മളെല്ലാവരും പറയുന്നത് ഇത്രയും നാളുകളായിട്ട് നമ്മുടെ ഇങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കാറില്ല, അങ്ങനെ സിനിമകൾ കാണാറില്ല. അപ്പൊ അങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് അദ്ദേഹം തന്നെയാണ് ഇതിന്റെ പ്രൊഡക്ഷനും. സോ പിന്നെ ഇതില് വരികളൊക്കെ പാട്ടുകളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളാണ്. 3 പാട്ടുകളുണ്ട്. ഇമോഷൻസ് പറയുന്ന 2 സോങ്സ് ഉണ്ട്. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഗോപി സുന്ദറാണ്. ചേട്ടനാണെങ്കിലും എനിക്കൊന്ന് വർഷങ്ങൾക്ക് ശേഷം നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ടുകളൊക്കെ തരുന്നത്. അപ്പൊ ഇതിനകത്ത് ആരൂരും എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അത് സെബ എന്ന് പറഞ്ഞൊരു സിംഗറാണ് പാടിയിരിക്കുന്നത്. കുറെ പുതിയ പാട്ടുകാരെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഈ ഒരു പ്രോജക്റ്റിലൂടെ. പാട്ടുകൾ കേട്ടാൽ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നും. കുഞ്ഞു മോളെ അതിനകത്ത് ഡയലോഗുകൾ എന്തെങ്കിലും? ലാല് അല്ല അതില് മിണ്ടാത്ത കുട്ടിയാ, അത് കാരണം ഡയലോഗ്സ് ഇല്ല. ഇടുക്കി പശ്ചാത്തലമായിട്ടുള്ള ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് അല്ലേ? പക്ഷെ അതിലൊരു വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടി അവിടെ കൃത്യമായി തിരക്കഥാകൃത്തും സംവിധാനം, ഈ ഒരു തിരക്കഥാകൃത്തിലൂടെയാണ് ഈ ലൊക്കേഷൻ എല്ലാവരും അറിയുന്നത്. അപ്പം അദ്ദേഹം ആ നാടിനെ എത്ര സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞ ഈ സിനിമ കണ്ടാ അറിയാം. എല്ലാവർക്കും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ ആ സിനിമയിലല്ലേ, ഒരു വ്യത്യസ്തമായ സിനിമയിൽ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളായി മാറാൻ കഴിഞ്ഞു എല്ലാവർക്കും. ആ സിനിമയുടെ ഒരു വിജയത്തിൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ്
ഒരു വിജയമായിട്ട് തോന്നുന്നത് അല്ലേ? പിന്നെ ഇതിനകത്ത് ഇവര് കുറച്ചധികം ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള കുറെ പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കവന്ത എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതിനകത്ത് ഇവര് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ വളരെ പ്രാധാന്യമുണ്ട്, ആ പാട്ടിലെല്ലാം പറയുന്നത്. അപ്പം ആ കവന്ത മറ്റുള്ളവർക്ക് കൂടെ കാണാൻ വേണ്ടിയിട്ട് ഇവർ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം മോളെ ഇവർ ഡെവലപ്പ് ചെയ്തെടുത്ത് ഒരു AI ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു കാസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുകയാണ്. പിന്നെ കാപ്പി പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന കുറേ അധികം ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ള, അതെ. അപ്പം നമ്മളൊരു സിനിമ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ അത്രയും ആഗ്രഹത്തോടു കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പോസിബിൾ ആവും എന്നുള്ളത് പ്രൂവ് ചെയ്ത് കാണിച്ച ഒരു വർക്ക് കൂടിയാണിത്. അത്രയും പേര് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. എന്തായാലും ഒരു നല്ല സിനിമയുടെ അതിലേറെ നല്ല വിശേഷങ്ങളുമായി ജനൻ TVക്കൊപ്പം വന്ന ഈ സിനിമയുടെ ഏറ്റവും നെടുന്തൂണുകൾ എന്ന് തന്നെ പറയാവുന്ന സിനിമയെ മുന്നോട്ട് നയിക്കുന്ന എല്ലാവർക്കും, ശ്രുതിക്കും, അമ്പിളിക്കും, നിഹാരമോൾക്കും, ഒപ്പം തന്നെ നിഹാരമോളുടെ അമ്മയ്ക്കും എല്ലാം തന്നെ ഒരിക്കൽ കൂടി ജനൻ TVയുടെ നന്ദി. ഇതുപോലുള്ള സിനിമകളാണ് മലയാളത്തിലേക്ക് വരേണ്ടത് എന്നത് തന്നെയാണ് പ്രേക്ഷകരുടെ വലിയ ആഗ്രഹം. അത് സംഭവിക്കുന്നുണ്ട് ഇടയ്ക്കെങ്കിലും. അത് ഉണ്ടാവണമെന്ന് തന്നെ ഒരു പ്രതീക്ഷ നമുക്ക് പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നമസ്തേ.